നിങ്ങൾക്ക് കിട്ടാത്തതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് നബിതങ്ങളുടെ ഷെയറാണ്. അതാർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബിതങ്ങളെ തീരുമാനമനുസരിച്ചാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് കൊടുത്തത് നാ ഹദ്റജി പറഞ്ഞത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, നീളമുള്ള മുടിയാണെങ്കിൽ, ഒരുപാട് മുടിയുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഹദ്റജിയുടെ വീട്ടിൽ ചെന്നത്? എന്തിനാണ് മുടി ചോദിച്ചത്? ആ ഖാസിമി പറഞ്ഞെന്താ അവരെ കോഴിക്കോട്ടെന്ന്, ഇതൊരു അറബി പെണ്ണിന്റെ മുടിയാണ് എന്നാണ്. പോരാ, ഇത് കാന്തപുരത്തിന്റെ മുടിയെന്നാണ്. സുഹൃത്തെ, കാന്തപുരത്തിന്റെ മുടി അല്ലെങ്കിൽ ഒരു അറബി പെണ്ണിന്റെ മുടി ചോദിക്കാൻ വേണ്ടി നിങ്ങളെ ഹുദവി എന്തിനാണ് അവിടെ ചെന്നത്? പറയണ്ടേ മറുപടി? എന്തെങ്കിലും പറയാനാണോ? ഞാൻ പറയട്ടെ മുഅ്മിനീങ്ങളെ, ഇവർ സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ ഹദ്റജിയുടെ സമീപത്ത് ചെന്നത്. മുടി ചോദിച്ച് കൊടുക്കാത്ത അസൂയ തോന്നി. അവ രണ്ട് കാരണവും നമുക്ക് പിടികിട്ടി. ഓ അബ്ദുള്ള എതിർക്കാനുള്ള കാരണം അയാൾ ചേകനൂരിന്റെ ശിഷ്യനാണ്. പിന്നെയോ ബഹാവുദ്ദീൻ നദവിയും പിണങ്ങോട് ഗ്രൂപ്പും എതിർക്കാനുള്ള കാരണം അവർക്ക് കിട്ടിയില്ല. അതോടെ അസൂയ വന്നു. അസൂയക്ക് മരുന്നില്ല. അതിന് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യവുമില്ല. ഹൃദയത്തിൽ കനപ്പെട്ടുവരുന്ന വികാരാവസ്ഥയുടെ വ്യത്യസ്ത ഭാവരൂപങ്ങളാണ് സ്നേഹമായി പരിണമിക്കുന്നത്. ഹൃദയഭാഷയിൽ തുടങ്ങി ശരീരപരമായി വിന്യസിക്കപ്പെടുന്ന ഭാവഹാവാദികൾക്കൊപ്പം അനുഭവ തീക്ഷ്ണത അനുകമ്പയായി പടരുമ്പോൾ രൂപപ്പെടുന്ന വികാരത്തെ വിശ്വാസപരമായി അളന്നെടുക്കുമ്പോൾ മാത്രമേ സ്നേഹത്തിന്റെ യാഥാർത്ഥ്യം സഫലമാവൂ. ചിറകില്ലാതെ പറക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് സ്നേഹം ഹൃദയത്തെ കൊണ്ടെത്തിക്കുന്നു. ബിലാലും ഉവൈസും അമ്മാറും മറ്റു തിരുസഹചരും നമുക്ക് നൽകുന്ന പാഠങ്ങൾ സ്നേഹത്തിന്റെ അനുപമ ദൃശ്യങ്ങളാണ്. പ്രവാചക സദസ്സിൽ വിഷണ്ണനായി കണ്ട സൗബാനോട് റസൂൽ പൂമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മ്ലാനതയെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ നൽകിയ മറുപടി സ്നേഹത്തിന്റെ വിശ്വാസഹൃദയം വരച്ചു കാണ്ഡിവൽക്കരിച്ചത്. സ്നേഹത്തിന് വ്യാകരണങ്ങളും നിയമങ്ങളും ഇഷ്ടമല്ല. വരച്ചുവെക്കുന്ന വട്ടങ്ങൾക്കുള്ളിൽ അതിനെ ഒതുക്കാനുമാവില്ല. സ്നേഹം ദാർശനികമല്ല, വൈകാരികമാണ്. തിരുനബിയോടുള്ള സ്നേഹമാവുമ്പോൾ അത് പ്രവചനാതീതവും. യാ റസൂലല്ലാ. സ്നേഹശീലുകൾ വന്നണയുന്നതിനെ കാതുകൾ പൊത്തിപ്പിടിച്ച് ശാസ്ത്രീയ നിബദ്ധത പറഞ്ഞ് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന മതയുക്തിവാദികൾ ഹൃദയത്തിൽ ഇരുമ്പു സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്നവരാണ്. ഹൃദയത്തിൽ ഇരുമ്പുമതിലുകൾ തീർത്ത് സ്നേഹത്തെ പടിയടച്ചു പിണ്ടം വെച്ചവരാണവർ. ഇവർക്ക് പ്രവാചകപ്രേമത്തെ കൂരിരുട്ടിലെന്തോ കാണാമെന്നല്ലാതെ പച്ചയായ ജീവിതത്തിൽ മതകീയ പരിസരത്ത് നിന്നാസ്വദിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. തിരുഹബീബേ, ലംഘിവിളങ്ങുന്ന പ്രവാചകത്വ മുദ്ര അങ്ങിൽ സാക്ഷ്യമായി പതിഞ്ഞിരിക്കുന്നു. ഉറയഴിച്ച് പ്രദീപ്തമായ ഇന്ത്യൻ വാളുപോലെ തിളങ്ങുന്ന ഒളിയാണ് റസൂൽ തിരുദൂത്. ഭൗതികമാപിനികളാൽ അളന്നു തിട്ടപ്പെടുത്താൻ സുസാധ്യമല്ലാത്ത അതിശക്തമായ ആത്മീയവിധാനം അറിഞ്ഞെടുക്കാൻ മനസ്സിനൽപ്പം വിശാലത വേണം. തിരുസ്നേഹത്തിന്റെ ഭൂമികയെ വരണ്ട മണ്ണിൽ തിരയുന്നവൻ വിഡ്ഢിവേഷത്തിലാണ്. ഉച്ഛ്വാസവായു പാടെ നിലച്ച് പ്രപഞ്ചചലനം നിശേഷം നിന്നുപോയാലും സ്നേഹമുണ്ടേ ഹൃത്തടത്തിൽ അവിടുത്തേക്കായി. ബുഖാരിയിലുള്ള ഒന്നാമത്തെ ഹദീസ്. ആ ഹദീസിന്റെ വിവക്ഷയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത്. ഏത് പ്രവർത്തനവും ഏതൊരു വാക്കും ഏതൊരു പ്രവർത്തനവും അത് ചെയ്യുന്നവരുടെ കരുത്തനുസരിച്ചാണ് അതിനെ ചുമത്തേണ്ടത്. അവർക്ക് ഇല്ലാത്ത ഒരു കരുത്ത്, അവരെ വിചാരിക്കാത്ത ഒന്ന് ചുമത്തിയിട്ട് അവരെ മുശ്രിക്കാക്കാനോ കാഫിറാക്കാനോ പാടില്ല എന്നുള്ളത് ഇന്നമല്ലാമാലും ബിന്നിജാത്തി എന്ന ഹദീസ് കൊണ്ട് കരുതും. ഈ പാവപ്പെട്ട സമുദായത്തെ കാഫിറും മുശ്രിക്കുമാക്കി ഭിന്നിപ്പിച്ച് ഈ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കരുത് എന്ന് ദയവായി മുസ്ലിം സമുദായത്തിന്റെ പുരോഗതി വിചാരിച്ച് നിങ്ങൾ ഈ സമുദായത്തെ മേൽ ശിർക്കാരോപണം നിർത്തൽ ചെയ്യണമെന്നാണ് ഇവിടുത്തെ വിമത പ്രസ്ഥാനക്കാരോട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ പാവപ്പെട്ട സമുദായത്തിനെ മുസ്ലിക്കും കാഫിറുമാക്കി ഈ പാവപ്പെട്ട സാധുക്കളായ ഈ തൊഴിലാളികളും കടപ്പുറത്തുകാരുമായ എത്ര മുസ്ലിങ്ങളുണ്ട്, അവരൊക്കെ കാഫിറും മുസ്ലിക്കുമാക്കി ചിത്രീകരിച്ച് അവരെ കൊല്ലാൻ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ വിജയിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതുകൊണ്ട് ഈ ശിർക്കാരോപണം
നിർത്തൽ ചെയ്യണമെന്നും അല്ലെങ്കിൽ അതിന്റെ നാശം നിങ്ങൾക്കും ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്നും ഞാൻ പ്രത്യേകം ഇവിടത്തെ വിമത പ്രസ്ഥാനക്കാരെ ഉണർത്തുകയാണ്. അപ്പൊ ഏതൊരു പ്രവർത്തനവും കരുത്തനുസരിച്ചാണ് എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു നുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. المرء مع من أحب شفيعنا وحبيبنا محمد رسول الله. لما تشفع آدم من ذنبه غفر الإله له وكان غفورا. وكذاك نوح في السفينة قد نجا بمحمد فاسأل بذاك خبيرا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ, മുതഅല്ലിമീങ്ങൾ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയാനും അവിടത്തെക്കുറിച്ചു ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കാനും വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട നമ്മുടെ ഈ സംഗമം അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവന്റെ പൊരുത്തത്തിലായി നമ്മുടെ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തിനാണ് ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് സ്വാഗത ഭാഷണത്തിൽ നിന്ന് തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ആമുഖങ്ങൾ നീട്ടാതെ ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായും എല്ലാ പരിപാടിയിലും നാം പറയുന്നത് പോലെ ഇവിടെയും ആവർത്തിക്കുന്നു, ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ സദസ്സാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന വിഷയങ്ങളിൽ അവ്യക്തതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചോദിക്കുകയും മനസ്സിലാക്കുകയും തെറ്റിദ്ധാരണ തിരുത്തുകയും വേണമെന്ന് ആമുഖമായി എല്ലാ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദർശങ്ങൾ എക്കാലത്തും ഏത് ജനങ്ങളുടെ മുമ്പിലും എപ്പോഴും പറയാൻ പറ്റുന്ന ആദർശങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഇങ്ങനെ ഒരു സംഗമം എന്തിന് എന്ന ചോദ്യം ഒരുപക്ഷെ പലരും ചോദിച്ചേക്കാം. അതിന്റെ മറുപടി, നാം ഇവിടെ എന്നും ജീവിക്കുന്നവരല്ല, മരിച്ചു പോകേണ്ടവരാണ് നാം. മരിച്ചു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ മരണത്തിനു ശേഷം ഖബർ എന്നൊരു ജീവിതം ഉണ്ട്. അതുപോലെ ഖബറിൽ ചോദ്യമുണ്ട്, അതുപോലെ തന്നെ ഉത്തരം പറയലുണ്ട്, പറയാതിരിക്കലുണ്ട്. മഹ്ശറയുണ്ട്, മീസാൻ എന്ന തുലാസുണ്ട്. ഇത്
ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. വിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങളെ പരിചയപ്പെടുത്തിയത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ചോദ്യം ചെയ്യാതെ ബുദ്ധിക്ക് സ്ഥാനം നൽകാതെ വിശ്വസിക്കുന്നവർ, അതാണ് മുസ്ലിമിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ നല്ല വിശ്വാസത്തോടെ മരിച്ചുപോയില്ല എങ്കിൽ പരലോകത്ത് വരുമ്പോൾ വലിയ പരാജയത്തിലാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സദസ്സ് നമ്മൾ ഉണ്ടാക്കിയത്. അല്ലാതെ ഏതെങ്കിലും സംഘടനയെയോ അല്ലെങ്കിൽ വ്യക്തിയോ ആരോപിക്കാനോ ആക്ഷേപിക്കാനോ അല്ല. മറിച്ച് ഒരു സംഗതി ലോകത്ത് നടക്കുമ്പോൾ എന്താണതിന്റെ യാഥാർത്ഥ്യമെന്ന് സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയായതുകൊണ്ട് ആ ബാധ്യതയാണ് ഇവിടെയുള്ള SSFന്റെ പ്രവർത്തകർ നിർവഹിക്കുന്നത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്തിന്റെ ആദ്യം മുതൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, രണ്ട് വിഭാഗം ജനങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്ന വിഷയങ്ങൾ വളരെ സൂക്ഷ്മമായി നിങ്ങൾ മനസ്സിലാക്കുക. വ്യക്തമായി നമുക്ക് കാണാം, ലോകോൽപത്തിയുടെ ആദ്യം മുതൽക്ക് തന്നെ രണ്ട് വിഭാഗം ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പിതാവ്, ഇതിലാർക്കും തർക്കമില്ല. ആരാണ് നമ്മുടെ പിതാവ്? ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. ഈ സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി, ആദം നബിയെ സുജൂദ് ചെയ്ത് ആദരിക്കാൻ വേണ്ടി, ബഹുമാനിക്കാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? രണ്ട് വിഭാഗമായി ജനങ്ങൾ മാറി എന്ന് പറഞ്ഞാൽ, ഒന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അതുപോലെയുള്ള മലക്കുകൾ അണിനിരന്നത്, അഥവാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ, ആദരവ് പ്രകടിപ്പിക്കാൻ മുന്നിൽ നിന്ന് ആദമിന് സുജൂദ് ചെയ്തു. രണ്ടാമതൊരു വിഭാഗവും അവിടെയുണ്ട്. അതേതാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ വലിയ നേതാവായിരുന്നു പണ്ട്. പക്ഷേ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാൻ അവൻ മടി കാണിച്ചപ്പോൾ അല്ലാഹു തആല അവനെ സ്വർഗലോകത്ത് നിന്ന് തന്നെ എന്നേക്കുമായി ആട്ടിപ്പുറത്താക്കി. ഇവിടെ നമ്മൾ കാണുന്നു മലക്കുകൾ നേതൃത്വം നൽകിയ ഒരു വിഭാഗം, അതാണ് ആദരവിന്റെ വിഭാഗം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സ്വീകരിച്ച നിലപാട് ഇതാണ്, അനാദരവിന്റെ പാർട്ടി. ലോകത്തിന്റെ ആദ്യം മുതൽക്ക് തന്നെ ഇത് തുടർന്നു. ഓരോ നബിമാര് വന്നപ്പോഴും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, ആ റസൂലിന്റെ, ആ പ്രവാചകന്റെ അനുയായികളും അതുപോലെ തന്നെ അനുയായികളിൽ നിന്ന് തന്നെ കപടവിശ്വാസം വെച്ച് പുലർത്തിയവരും അതുപോലെ തന്നെ പ്രതിരോധിക്കുന്നവരും എല്ലാമായി ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളെ കാണാൻ കഴിഞ്ഞു. ഏറ്റവും അവസാനം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, നമ്മുടെ കരളിന്റെ കഷ്ണമായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവ് വന്നു എന്ന് മാത്രമല്ല, സ്വഹാബികൾ വളരെയേറെ ആത്മാർത്ഥതയോടെ, വളരെ സ്നേഹത്തോടെ സ്വഹാബികളതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുകയാണ്. ആ സദസ്സ് കണ്ട ആളുകൾ പറയുന്ന അനുഭവം നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഓരോ ആളുകൾ വന്ന് പറയുന്നത് കാണാം. ഉർവ എന്നവർ പറയുന്നു, അതുപോലെ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ തങ്ങൾ പറയുന്നു. പലരും പറയുന്ന സംഭവം നിങ്ങൾ എടുത്തു നോക്കിക്കോ. ലഖദ് വഫത്തു അലൽ മുലൂക് വവഫത്തു അലാ ഖൈസർ വകിസ്റാ വന്നജാശി വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദാ. എന്താണ് അനുഭവസ്ഥർ പറയുന്നത്? ഞങ്ങൾ പല രാജാക്കന്മാരുടെ സദസ്സിലും പോയിട്ടുണ്ട്, പല ആളുകളുടെയും സദസ്സിലേക്ക് നിവേദക സംഘങ്ങളായി എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും കാണാൻ കഴിയാത്ത ഒരു വലിയ ബഹുമാനമാണ് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്.
ശത്രുവായിരിക്കുന്ന കാലത്ത് അബൂ സുഫിയാൻ തങ്ങൾ പോലും ഇത് വളരെ വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം എത്രത്തോളം വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും ഫദലക ബിഹാ വജ്ഹഹു വജിൽദഹു വഇദാ തവല്ല കാദു യഖതതിലൂന അലാ വദൂഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ അവിടത്തെ ശറഫാക്കപ്പെട്ട വായയിൽ നിന്ന് അവിടുത്തെ കഫം പുറത്തേക്ക് തുപ്പുകയാണെങ്കിൽ പോലും അത് നിലത്ത് വീഴാൻ സ്വഹാബത്തെ അനുവദിക്കാറില്ല. അതവരുടെ കൈകളിലേക്കാണ് അവർ സ്വീകരിച്ചിരുന്നത്. പോരാ, അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുദൂ എടുക്കുമ്പോൾ സ്വഹാബികൾ, ഇമാം ബുഖാരിയുടെ ഭാഷ നിങ്ങൾ നോക്കൂ, കാനൂ യഖ്തതിലൂൻ, അവരെ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അവര് പരസ്പരം തിക്കും തിരക്കും കൂട്ടിയിരുന്നു. അലാ വദൂഇഹി, അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുദൂഇന്റെ ബാക്കി വെള്ളം അത് കിട്ടാൻ വേണ്ടി, നബി തങ്ങളുടെ കൈ സ്പർശിച്ച വെള്ളം, കാല് സ്പർശിച്ച വെള്ളം ഇത് കിട്ടാൻ വേണ്ടി സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടിയെന്നത് സ്വഹീഹുൽ ബുഖാരിയാൻ. ചാടിക്കടന്നു പോകാൻ പറ്റുന്ന സംഭവമല്ലത്. ഇനിയോ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ സ്വഹാബികളെ നാം കാണുന്നു. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു വിഭാഗം അതേ കാലഘട്ടത്തിൽ തന്നെ വേറെ ചില ആളുകളെയും കാണുന്നു. അവിടെയാണ് ഇനി എന്റെ വിഷയമുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നേതൃത്വം നൽകിയ ഒരു വിഭാഗമുണ്ടായിരുന്നു. ആ വിഭാഗത്തിന്റെ തനിപ്പകർപ്പാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ആ സ്വഹാബികൾ മുഴുവനും അവിടുത്തെ വെള്ളം കുടിക്കാനും അവിടുത്തെ ബഹുമാനിക്കാനും ഒരുങ്ങിയപ്പോ ചില ആളുകൾ അവരിതിനൊന്നും വരൂല. അതാരാ? ചരിത്രത്തിൽ കാണാം, അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂലിന്റെ നേതൃത്വത്തിലുള്ള മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ. അന്നുമുണ്ടായിരുന്നു ഒരു അബ്ദുള്ള മൗലവി. അദ്ദേഹം ഈ ബറക്കത്തിനൊന്നും അയാൾ വരൂല. പേര് അബ്ദുള്ള മൗലവി തന്നെയാണ്. കപടവിശ്വാസികളുടെ നേതാവാണ് അയാൾ. അന്ന് തേജസ് ദിനപത്രം ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ ലേഖനം എഴുതുമായിരുന്നു എന്ന് വെക്കണം. എന്താണ് സംഭവിച്ചതെന്നറിയോ? ശരിക്ക് ചിന്തിച്ചോ. മുസന്നഫ് അബ്ദുർ റസാഖ് ലോകപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമാണ്. ഈ ഹദീസ് ഗ്രന്ഥത്തിൽ ഒരു സംഭവം കാണാം. മുനാഫിക്കിന്റെ കടുത്ത നേതാവായ, മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ, ഇയാൾ ഒരൊറ്റ ബർക്കത്തിനും പോകൂല. പക്ഷെ അയാളൊരു മകനുണ്ട്. മകൻ നല്ല സുന്നിയാണ്. ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ, വാപ്പ ജമാഅത്ത് അല്ലെങ്കിൽ മുജാഹിദ്, മകൻ സുന്നി. മകൻ നല്ല സുന്നിയാണ്. മകന്റെ പേര് അബ്ദുള്ള തന്നെ. ഒരു ദിവസം ആ മകൻ ഓടി വന്നു, ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് വന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, എന്റെ ഉപ്പ നിങ്ങൾക്കറിയാലോ, അന്നത്തെ അബ്ദുള്ള മൗലവിയാണ് എന്റെ ഉപ്പ. അതുകൊണ്ട് തന്നെ ഈ മൗലവിയെ എന്റെ കണ്ണിൽ കാണുമ്പോ, നബിയെ, എന്റെ ഉപ്പയാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥിരം പണി എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കും, അള്ളാഹുവിനെ ആക്ഷേപിക്കും. അതുകൊണ്ട് നബിയെ, ഞാൻ അയാളെ അങ്ങ് കൊന്നുകളഞ്ഞാലോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖ്തുൽ അബാക്, മോനെ കൊല്ലണ്ട, ഉപ്പയെ കൊല്ലണ്ട. അപ്പോ ചോദിച്ചു, എന്നാൽ അയാളൊന്ന് നന്നാവണ്ടേ നബിയെ? ഇങ്ങനെ അങ്ങ് മരിച്ചുപോയാൽ നരകത്തിലാവുമല്ലോ, അതുകൊണ്ട് നന്നാവണം. നന്നാവാൻ എന്താണ് വഴി? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ പുന്നാര മകൻ പറയാണ്, പ്രിയപ്പെട്ട നബിയെ, എന്റെ ഉപ്പയുടെ മനസ്സൊന്ന് നന്നാവണം. അതിനെന്താ പണിന്നറിയോ? നിങ്ങളൊന്ന് വുദൂ ഉണ്ടാക്കി തരണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തിനാ വുദൂ ഉണ്ടാക്കുന്നത്? നബിയെ, നിങ്ങളുടെ ശരീരത്തിലൂടെ വരുന്ന വെള്ളം, ആ വെള്ളം ഞാനൊരു പാത്രത്തിൽ ശേഖരിക്കാം. എന്നിട്ട് നിങ്ങളുടെ ശരീരം തട്ടിയ വെള്ളം ഞാൻ എന്റെ പിതാവിനൊന്ന് കുടിപ്പിക്കാം. അയാളെ മനസ്സൊന്ന് നന്നായാലോ? നല്ല ആഗ്രഹമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ശരിക്ക് ചിന്തിക്കണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒതു എടുത്തു സഹോദരന്മാരെ.
ആ ചെറിയ മകൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ വധുവെടുത്ത വെള്ളം അതാ ഒരു പാത്രത്തിൽ ശേഖരിക്കുകയാണ്. എന്നിട്ട് നേരെ പോവുകയാണ്. എങ്ങോട്ട്? വീട്ടിലേക്ക്. വീട്ടിലാരാ ഉള്ളത്? വാപ്പ. ആരാ വാപ്പ? അന്നത്തെ അബ്ദുള്ള മൗലവി. അയാളുടെ സ്വഭാവം എന്താണ്? അയാൾ ബറക്കത്തിനൊന്നും പോകാത്ത ആളാണ്. ആ ഉപ്പയോട് വന്നിട്ട് മകൻ പറയാണ്, ഉപ്പ നിങ്ങൾക്ക് നല്ലൊരു ഔഷധം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഔഷധമാണ്, കുടിച്ചോളൂ. അപ്പൊ ഇയാൾക്കൊരു സംശയം വന്നു. മർക്കസ് നെറ്റ് വരികയാണോന്നോ മൂപ്പര തർക്കം. അല്ല, നിങ്ങൾ കുടിച്ചോ ഇത് ഏത് വെള്ളാന്നും ചോദിക്കണ്ട, കുടിച്ചോളൂ. ഒരു ഉപ്പയോട് മകൻ പറയുന്നതല്ലേ. അവസാനം ഈ പിതാവാകുന്ന മുനാഫിഖാകുന്ന അബ്ദുള്ള മൗലവി അയാളങ്ങ് വാങ്ങി കുടിച്ചു. കുടിച്ചു തീർന്നപ്പോ മകൻ ചോദിച്ചു, ഉപ്പാ നിങ്ങൾ കുടിച്ച വെള്ളം ഏതാണെന്നറിയുമോ? ഇയാൾക്കാകെ ബേജാറാകാൻ തുടങ്ങി. കാരണം ഇത് മകൻ സുന്നിയാണല്ലോ, ഇത് ബർക്കത്തിന്റെ വെള്ളമാകുമോ? പറഞ്ഞു, ഉപ്പാ നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ കുടിച്ച വെള്ളം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ ശരീരത്തിൽ നിന്ന് വന്ന ഏറ്റവും നല്ല വെള്ളമാണ് നിങ്ങൾ കുടിച്ചിരിക്കുന്ന വെള്ളം. ഓ, നല്ല മറുപടി. മറ്റേ സാധന അബ്ദുള്ള മൗലവിയല്ലേ. അയാളെന്താ പറഞ്ഞെന്നറിയോ? സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ അയാളിങ് എഴുന്നേറ്റിട്ട് മകനെ വിളിച്ചിട്ടൊരു ചോദ്യം, എടോ എന്ത് പണിയാണ് നീ ചെയ്തത്? സഖൈതനീ ബൗല ഉമ്മിക, നീ എന്നെ കുടിപ്പിച്ചത് നിന്റെ ഉമ്മയുടെ മൂത്രമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ കൈകാലുകൾ തട്ടിയ വെള്ളത്തേക്കാൾ നല്ലത് നിന്റെ ഉമ്മയുടെ മൂത്രമായിരുന്നില്ലേ? അത് എന്നെ കുടിപ്പിച്ചുകൂടായിരുന്നോ? ഉമ്മയുടെ മൂത്രം, ഒന്നുകൂടി പറഞ്ഞാൽ ബോഡി വേസ്റ്റ്. അതാണ്, അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അബ്ദുള്ള മൗലവിയുടെ വാക്കും ആധുനിക അബ്ദുള്ള മൗലവിയുടെ വാക്കും അതിന്റെ സമാനതകൾ നിങ്ങൾ നോക്കൂ. ഞാൻ അതിലേക്ക് വരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത് എല്ലാവരും നന്നാകണം. ആരും വടിവേച്ചു പോകാൻ പാടില്ല. ഞങ്ങൾ ആ രൂപത്തിലാണ് സംസാരിക്കുന്നത്. എല്ലാവരോടും ഞാൻ പറഞ്ഞല്ലോ, ഇതാർക്കും ചോദിക്കാം, മിസ്റ്റർ അബ്ദുള്ള മൗലവിക്കും ചോദിക്കാം. ഇവിടെ ഞങ്ങളുടെ കവാടങ്ങൾ തുറന്നു വച്ചിരിക്കുകയാണ്. തീർച്ചയായും ഞങ്ങൾക്കങ്ങനെ ഒരു ഷഅറെ മുബാറക്ക് ഇല്ലാത്തത് കൊണ്ടുവന്ന് സമൂഹത്തെ വഞ്ചിക്കേണ്ട കാര്യമില്ല. തീർച്ചയാണ്, ഉള്ളതുപോലെ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്നത് ലോക ചരിത്രത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണാം, ഒന്ന് ആദരവിന്റെ ഗ്രൂപ്പ്, ഒന്ന് അനാദരവിന്റെ ഗ്രൂപ്പ്. അതാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂലും സ്വഹാബികളും തമ്മിലുള്ള വ്യത്യാസം. അതേ, ഇബ്ലീസും അതുപോലെ മലക്കുകളും തമ്മിലുള്ള വ്യത്യാസം. അതിങ്ങനെ പോന്ന് നമ്മുടെ കേരളത്തിൽ അൽഹംദുലില്ലാഹ് മാലിക് ഇബ്നു ദീനാറും റളിയല്ലാഹു അൻഹുവും അവരിവിടെ വിശുദ്ധ ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശം ഈ കേരളക്കാർക്ക് പകർന്നു നൽകി. അവരെങ്ങനെ നബിതങ്ങളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു. അവർ ഈ സമുദായത്തെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. തർക്കമില്ലാതെ നിലനിന്നു. അങ്ങനെ അതാ ഒരുപാട് കാലം കഴിഞ്ഞപ്പോ കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും 921 ശേഷം കേരളക്കരയിലേക്ക് വന്നു. അതോടുകൂടിയാണ് നേരത്തെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ എന്ന മുനാഫിക്കിന്റെ അതേ വാദഗതികളുമായി നമ്മുടെ കേരളത്തിന്റെ ഈ അങ്ങാടികളും അതുപോലെയുള്ള പ്രദേശങ്ങളും പേജുകളും സ്റ്റേജുകളും ഒക്കെ പ്രവാചക വിരോധത്തിന്റെയും അതുപോലെ പ്രവാചക നിന്ദയുടെയും സ്റ്റേജുകളായി മാറിപ്പോയത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ടവർ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാവരും അണിനിരന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, ഇവിടെ അള്ളാഹുവിന്റെ റസൂലടക്കമുള്ള ആളുകളെ ആ രൂപത്തിൽ ബഹുമാനിക്കാൻ പാടില്ല എന്ന് അവര് സമുദായത്തെ പഠിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് സ്വാഭാവികമായും ഇതിനെ എതിർക്കുന്നത് മുജാഹിദും ജമാഅത്തുമാണല്ലോ. അതുകൊണ്ട് തന്നെ അവരെ നമുക്കൊരു ചെറിയ രൂപത്തിൽ ആദ്യം പരിചയപ്പെടാം. എന്നിട്ട് ഞാൻ ഷഅറെ മുബാറക്കിലേക്ക് വരികയാണ്. ഏതാനും മൗലവിമാരും അതുപോലെ തന്നെ അത്തരം വാദങ്ങൾ പറയുന്നവരുമൊക്കെ നമ്മുടെ സ്ക്രീനിൽ ആവശ്യമായ സമയത്ത് വരും, ഇടപെടും. ഞാൻ മറുപടി പറയും. പലപ്പോഴും എനിക്ക് മറുപടി പറയേണ്ടി വരില്ല. മറുപടിയും അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ഓരോന്നും നമുക്ക് കാണാം. ആദ്യമായി നമുക്ക് നമ്മുടെ മൗലവിമാര് വരുന്നതിന്റെ തുടക്കം
മുജാഹിദ് ബാലുശ്ശേരി തന്നെയാവട്ടെ, അയാളാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തെ വളരെ കൂടുതലായി മലീമസമാക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെതിരെയും ബുർദക്കെതിരെയും അതുപോലെ മൗലിദിനെതിരെയും ഷഹറെ മുബാറക്കിനെതിരെ 2 ദിവസം മുമ്പ് കോഴിക്കോട്ട് വരെ പ്രസംഗിച്ചത് ഇയാളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കുന്ന, അവിടുത്തെ പുകഴ്ത്തുന്ന ഒരു ബുർദയുടെ വരി അദ്ദേഹം ചൊല്ലട്ടെ, അത് നമുക്ക് കേൾക്കാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇവരുടെ പിഴച്ച വാദങ്ങളിലേക്ക് ഞാൻ വരും. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണണം. എന്തുകൊണ്ടെന്നറിയോ? മൗലിദിനെതിരെ, അതേ മീലാദാഘോഷത്തിനെതിരെ ഇവര് പടവരുതിയപ്പോ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുമൊക്കെ ഒരു തോളൊരുമ്മി പ്രവർത്തിച്ചപ്പോ സുന്നികളായ നമ്മളൊക്കെ എല്ലാം മറന്ന് ഐക്യത്തോടെ അങ്ങ് പ്രവർത്തിച്ചപ്പോ അൽഹംദുലില്ലാഹ് എല്ലാ സ്ഥലത്തും മൗലിദാഘോഷങ്ങൾ കൂടിയെന്ന് മാത്രമല്ല, മൗലിദിനെ എതിർക്കുന്ന സാക്ഷാൽ മുജാഹിദ് ബാലുശ്ശേരിക്ക് വരെ ഇമാം ബൂസൂരിയുടെ ബുർദ പാടിയിട്ട് അംഗീകരിക്കേണ്ടി വന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ കാഴ്ച. അതുകൊണ്ട് മിസ്റ്റർ ബാലുശ്ശേരി അദ്ദേഹം വരട്ടെ, തൊപ്പിയിട്ട് വരട്ടെ, എന്നിട്ട് അല്പം പാടട്ടെ, നമുക്കതൊന്ന് കേൾക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് വരും. പാടു. മഹാനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയുടെ പ്രത്യേകത എന്താ? അമ്പിയാക്കളുടെ നേതാവാണ് അദ്ദേഹം, ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണ്. ബൂസീരിയുടെ 2 വരി കവിതകൾ അദ്ദേഹം അവസാനിപ്പിക്കും പറയുന്ന 2 വരി കവിതകളുണ്ടല്ലോ, അത് നമുക്ക് സ്വീകാര്യമാണ്. ഇമാം ബൂസീരി പറയുകയാണ്, ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇതെന്തിനാ കാണിച്ചെന്നറിയോ? ഇതൊരു നല്ല തുടക്കമാണ്. മൗലിദിനെതിരെ പറഞ്ഞ നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ മൗലൂദ് ഓദിച്ചല്ലോ. ഇതുപോലെ ഷഹറെ മുബാറക്കിനെതിരെ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത നിങ്ങളെ കൊണ്ട് തന്നെ ആ വെള്ളം ഞങ്ങൾ കുടിപ്പിക്കുമെന്നതിന് ഒരു തെളിവായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ തെളിവിലേക്ക് ഞാൻ വരികയാണ്. ഷഹറെ മുബാറക്കിനെതിരെ ആദ്യം ലേഖനം എഴുതിയത് നമ്മളെ ഒ അബ്ദുള്ള സാഹിബാണ്. എനിക്ക് അയാളോട് വ്യക്തിപരമായി ഒരു വൈരാഗ്യമില്ല. അതേ സമയത്ത് അദ്ദേഹം എഴുതിയ ലേഖനത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന പ്രസ്ഥാനം എന്താണ്, എവിടുന്നാണ് അദ്ദേഹം വന്നത്, അതുമാണല്ലോ നമുക്കൊന്ന് അറിയാം. ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തെ പുറത്താക്കി എന്നാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഇപ്പൊ രാഷ്ട്രീയ പ്രസ്ഥാനാണോ അതോ മതസംഘടനയാണോന്ന് ഓൽക്കന്നെ തർക്കാം. ചില ആളുകൾ പറയുന്നത് മതപ്രസ്ഥാനാണ്, മതസംഘടന അല്ലല്ല, അത് രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ നോക്കുമ്പോ ഇതാരാ ഉണ്ടാക്കിയിരുന്നത്? അത് പണ്ട് നമ്മളെ മൗദൂദി സാഹിബ് ഉണ്ടാക്കിയതാണത്രേ. മൗലാന മൗദൂദി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇയാളാണത്രേ പണ്ട് കാലത്ത് എന്തുണ്ടാക്കിയത് എന്നറിയോ? ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. പക്ഷേ ഇവർക്ക് മനസ്സിലായി മൗലാന മൗദൂദിയുടെ ആദർശമനുസരിച്ച് പോവുകയാണെങ്കിൽ ആകെ പെട്ടുപോകും. അതുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജമാഅത്തിന്റെ അമീർ ആരിഫ് അലി അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, മൗദൂദിനെ അംഗീകരിക്കുന്ന പാർട്ടിയൊന്നല്ല ഞങ്ങള്. സ്വന്തം നേതാവിനെ തന്നെ തള്ളി. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത്ര കാലം പാവപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ അണികളെ പറഞ്ഞു പറ്റിച്ചത് നമ്മുടെ നേതാവ് മൗദൂദി എന്നായിരുന്നു. ഇപ്പോൾ പറയുന്നു മൗദൂദിയല്ല, ഞങ്ങളെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. അപ്പൊ മൗദൂദി സ്വീകരിച്ചത് അതായിരുന്നില്ലേ? ഞങ്ങൾക്ക് സംശയമായി പോവാണ്. മൗദൂദി സ്വീകരിച്ചിരുന്ന പ്രമാണം അതായിരുന്നില്ലേ? ഞങ്ങൾ ഉറപ്പിച്ചു പറയും, ഞങ്ങളെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അത് മാറ്റേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ആ ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ ആ മുഴുവൻ സുന്നത്തും ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ നേതാവ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഞങ്ങൾ ഉറപ്പിച്ചു പറയും, ഞങ്ങൾക്കിത് മാറ്റേണ്ടതില്ല.
സ്വന്തം നേതാവിനെ പോലും വലിച്ചെറിയാൻ വിധിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഞാൻ നിങ്ങൾ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. വെറുതെ പറഞ്ഞതല്ല. എടുക്കൂ മോനെ, കോഴിക്കോട് നടത്തിയ പത്രസമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, മൗലാന മൗദൂദിയെ അദ്ദേഹത്തെ തള്ളിയേ പറ്റൂ. തള്ളേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ ചങ്ങാതിമാരെത്തിപ്പെട്ടു എന്നതാണ്. വിച്ഛേദിച്ച മുസ്ലിം ലീഗിന്റെ നിലപാട് ശരിക്കും കേട്ടോളൂ, ന്യൂസാണ്. പണ്ട് കാലത്ത് അയാൾ നടത്തിയ വാർത്താ സമ്മേളനമാണ്. ശരിക്കൊന്ന് കണ്ടോളൂ. സ്വന്തം നേതാവിനെ തന്നെ തള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരെ. ബന്ധം വിച്ഛേദിച്ച മുസ്ലിം ലീഗിന്റെ നിലപാട് കാര്യമാക്കുന്നില്ലെന്ന് ടി ആരിഫ് അലി വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് എന്നുള്ള നിലയിൽ സയ്യിദ് മൗദൂദിയോട് ജമാഅത്തെ ഇസ്ലാമിക്ക് കടപ്പാടുണ്ട്. അതേ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദിയുടെ ലിഖിതങ്ങളോ സയ്യിദ് മൗദൂദിയുടെ വീക്ഷണങ്ങളോ അല്ല. ഖുർആനും പ്രവാചകചര്യയുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ. ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ്. മുസ്ലിം ലീഗുമായി നടത്തിയത് രഹസ്യ ചർച്ചയായിരുന്നില്ല എന്ന് ടി ആരിഫ് അലി പറഞ്ഞു. അപ്പോ എന്താ പറഞ്ഞത്? ഞങ്ങളെ പ്രമാണം അല്ലെങ്കിൽ ഞങ്ങളെ ആ വിഷയത്തിലുള്ള മാനദണ്ഡം മൗദൂദിയല്ല. ഇപ്പോഴാ തോന്നിയത് ഖുർആനും സുന്നത്തും അനുസരിച്ച് നോക്കുമ്പോ മൗദൂദിയെ പിടിക്കാൻ പറ്റൂല. നിങ്ങളെ നേതാവിനോട് നിങ്ങൾക്കുള്ള ഒരു പ്രശ്നമാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനിയിപ്പോ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ ഇത്ര വൃത്തികെട്ട ഒരു ആദർശവുമില്ലാത്ത ഒരു പ്രസ്ഥാനം ഉണ്ടാവുക തന്നെയില്ല. അതിൽ നിന്നും പുറത്താക്കിയ പിന്നെന്താ അവസ്ഥ? നിങ്ങൾ ചിന്തിക്കണം. മുസ്ലിം സംഘടനയിൽ സ്വന്തം നേതാവിനെ പോലും തള്ളിക്കളഞ്ഞ് ആദർശങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തിയ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് പോലും പുറത്താക്കിയ ഒരാള് പിന്നെ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? നിങ്ങൾ പറയണം. ഓ അബ്ദുള്ള തന്നെ എഴുതിയ ലേഖനം എന്താണെന്നറിയോ? മാധ്യമത്തിൽ നിന്നും അതുപോലെ പ്രസ്ഥാനത്തിൽ നിന്നും എന്നെ ചവിട്ടി പുറത്താക്കി എന്നാണ് അയാൾ പ്രയോഗിച്ച ഭാഷ. ഞാനത് പറയുന്നില്ല. ഞാൻ പറയാൻ അത് അങ്ങനെ പരിഗണിക്കാൻ പറ്റിയ ആളുകളോ സംഘടനയോ അല്ല. അതുകൊണ്ട് ഓ അബ്ദുള്ളനെ എന്തിനു പുറത്താക്കി, ഓ അബ്ദുള്ള എഴുതിയ ലേഖനം എന്താണ്, അത് വായിക്കാൻ വേണ്ടി മിസ്റ്റർ ഹുസൈൻ സലഫിയെ ഞാൻ ഏൽപ്പിക്കുകയാണ്. നമുക്ക് പണി കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. കാരണം ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോ പറയുമ്പോ വെറുതെ നമ്മൾ ഊർജ്ജം ചെലവഴിക്കേണ്ടല്ലോ. മുജാഹിദുകൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നുണ്ട്. മിസ്റ്റർ ഹുസൈൻ സലഫി നാദാപുരത്ത് പിടഞ്ഞ് പേരോട് ഉസ്താദിന്റെ മുമ്പിൽ ഇപ്പോഴും തോറ്റു തൊപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന ഹുസൈൻ സലഫി, അതേ മനുഷ്യൻ ഓ അബ്ദുള്ളയെ എന്തിനു പുറത്താക്കി എന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ശരിക്കൊന്ന് കേട്ടോളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ കാസറ്റൊക്കെ കേട്ട് കഴിഞ്ഞാലും ചിലപ്പോ ഏതെങ്കിലും ജമാഅത്തിൽ കേൾക്കൂല. ഇനി അഥവാ ആരെങ്കിലും ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിച്ച അവസാനം എന്താ പറയൂ? ഇങ്ങനൊക്കെ ആണെങ്കിലും നിങ്ങളിപ്പോ തമ്മിത്തല്ലേ, നിങ്ങൾ വളർന്നില്ലേ, ഞങ്ങളിപ്പോ ശക്തമായ ഒരുമയോടുകൂടെ മുന്നോട്ട്. നിങ്ങളെ ഒരുമ ഞാൻ കാണിച്ചുതരാ. ഒരുമ കണ്ടോളീ. എന്താ കാര്യങ്ങള്? എന്നെ ചവിട്ടി പുറത്താക്കി ഓ അബ്ദുള്ള. നിങ്ങളെ ഒരു കെട്ട് പറയാൻ നമ്മളെടുത്തുണ്ട്. ഇതൊന്നും ഇറക്കണ്ട. പല ആളുകളും നമ്മളോട് പറയും നിങ്ങളിപ്പോ തമ്മിത്തല്ലേ, ഞങ്ങളിവിടെ വളരെ സ്ട്രോങ് അല്ലേ. മാധ്യമത്തിൽ നിന്ന് കറിവേപ്പില പോലെ പുറത്തേക്കാണ്ട് ഓ അബ്ദുള്ളനെ. എന്നിട്ട് അയാള് അന്ന് കരഞ്ഞ ലേഖനാണ്. എന്നെ ചവിട്ടി പുറത്താക്കി. ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖമാണ്. അതിലവസാനം മൂപ്പര് പറഞ്ഞതൊന്ന് ഞങ്ങളെ കേൾപ്പിക്കാം. കുറെ പറയേണ്ടത് ഇത്രയും ഉണ്ടാവുമ്പോ കുറെ വായിക്കാണ്ടാവുമല്ലോ. വേണ്ടി വന്നാൽ നമുക്ക് ഈ കാസറ്റൊക്കെ ഇറങ്ങിയതിന്റെ ശേഷം പ്രതികരണമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും വായിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾക്ക് ഈ കാര്യത്തിൽ മൂപ്പര് അവസാനം പറഞ്ഞത്, കാരണം ജമാഅത്തേരിപ്പോ വല്ലാതെ ഇങ്ങനെ നിങ്ങൾ തമ്മിലടിക്കണ ഞങ്ങൾ എന്തൊരു ഒരുമയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ തമ്മിൽ. നിങ്ങൾ ഇസ്ലാമികമായ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സഹോദരങ്ങളാണ്. നിങ്ങൾ ഇടവണ്ണയിൽ തമ്മിലടിക്കുന്നു, പുലിക്കൽ തമ്മിലടിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അവിടെ ഇങ്ങനെ ആ പുസ്തകങ്ങൾ ഇറക്കണം, വിമർശനങ്ങൾ നടത്തുന്നു. എന്നിട്ട് എവിടെങ്കിലും ഒരു ചെറിയൊരു ഒന്നിങ്ങനെ തോണ്ടിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴൊക്കെ മാധ്യമത്തിൽ മെയിൻ ന്യൂസാ സുന്നി മുജാഹിദ് സംഘത്തിന് 4 ആസ്പത്രിയിൽ ഒന്ന് തോണ്ടിയിട്ടേ ഉണ്ടാവുള്ളൂ. അത് എവിടെങ്കിലും ചെറുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊലിപ്പിച്ചു കൊണ്ടുവരും. എന്തിനാ? ഞങ്ങൾ ഈ രാജ്യത്തെ സമാധാനകാംക്ഷികളാണ്. മുജാഹിദുകളോ തമ്മിലടിച്ച് കുളം തോണ്ടല പരിപാടി. ഓ അബ്ദുള്ള പറയണേ നമ്മളെ ഷൂറി നമ്മളെ ജമാഅത്തുനിന്നൊന്നും പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ കാലത്തുള്ളതൊന്നല്ല എന്ന് ഓ അബ്ദുള്ള പറഞ്ഞതൊന്ന് കേട്ടോളൂ. അവസാനിപ്പിക്കുകയാണ് മൂപ്പര് കുറേ സങ്കടങ്ങൾ പറയുന്നു. പലരെക്കുറിച്ചും പറയുന്നുണ്ട്. വ്യക്തിപരമായി ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അവസാനത്തെ 2 കണ്ടേയും വായിക്കുന്നുള്ളൂ.
എനിക്ക് മാധ്യമത്തിലെ ജോലി പ്രശ്നമല്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ ഈ ഉപജാപക സംഘത്തിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. പലരും ഈ ചിന്ത പങ്കുവെക്കുന്നു. പലർക്കും ഉണ്ട് അഭിപ്രായം, ഇതൊന്നും അടിച്ച് ശരിയാക്കാണ്ടെന്ന് പലർക്കും അഭിപ്രായമുണ്ട്. പക്ഷേ പലരും തുറന്നു പറയുന്നില്ല. എന്താ കാരണം? ശൂറയെ ചോദ്യം ചെയ്യാമോ എന്നാണ് അവരുടെ ആശങ്ക. ശൂറനെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? ജമാഅത്തിനെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? കാരണം റസൂലുള്ള പറഞ്ഞ അൽ ജമാഅത്തും ഖുർആൻ പറഞ്ഞ അശൂറയ്ക്കല്ലേ അതിനെ ചോദ്യം ചെയ്താൽ തെറ്റല്ലേ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഒരുപാട് പാവങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട് എന്നാണ് പുറത്തേക്ക് ആടിയ മൂപ്പര് പറയുന്നത്. എന്നിട്ടോ പലരും ഈ ചിന്ത പങ്കുവെക്കുന്നു. ശൂറയെ ചോദ്യം ചെയ്യാമോ എന്നാണ് അവരുടെ ആശങ്ക. ഈ ജമാഅത്ത് പ്രവാചകന്റെ കാലത്തെ അൽ ജമാഅത്ത് അല്ലെന്നും ഈ ശൂറ അന്നത്തെ അശൂറ അല്ലെന്നുമാണ് മൗദൂദി സാഹിബ് ജമാഅത്ത് രൂപീകരിച്ച 1-ാം തീയതി പഠിപ്പിച്ചതെന്ന കാര്യം ഇവരിലെ പലരും ഓർക്കുന്നില്ല. മൗദൂദി തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഇത് അന്നത്തെ അൽ ജമാഅത്തൊന്നുമല്ല, അത് നമ്മളെ വേറെ ജമാഅത്താ. ഇത് അന്നത്തെ അശൂറ എന്നുള്ളത് വേറെ ശൂറേന്. അതുകൊണ്ട് നിങ്ങൾ വലിയൊരു വെയിറ്റൊന്നും കൽപ്പിക്കേണ്ടതില്ല എന്ന് തുടങ്ങിയാൽ തന്നെ നമ്മളെ മൗദൂദി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അത് ഇവരിലെ പലർക്കും അറിയല്ലോ എന്നാണ്. മാധ്യമത്തിൽ 1300ഓളം മുഖപ്രസംഗങ്ങളും നേർപകുതി ലേഖനങ്ങളും എഴുതിയ, എന്നെ മുടന്തൻ ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞ് പുറത്താക്കിയ, സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച ആളുകൾ എങ്ങനെയാണ് ഒരു ഇസ്ലാമിക സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുക? ഇതിപ്പോൾ പുറത്തു വന്നതാ, ഒരാളും പോന്നപ്പോൾക്ക് വന്നതാണിത്. പിന്നെന്താണെന്നറിയോ, അതൊക്കെ ഒതുക്കാൻ ഒരു കഴിവുണ്ട്. അതിങ്ങനെ കേഡർ പാർട്ടിയാണ്. പലതും ഉള്ളിൽ പുകയുന്നുണ്ട്. അതുകൊണ്ട് വല്ലാണ്ട് ഞെളിയണ്ട, പലതും ഉണ്ട്. ആയിക്കോട്ടെ, ഞങ്ങളതിൽ ഇടപെടുന്നില്ല. എന്തായാലും നിങ്ങൾ നമ്മൾ തീർത്തോളൂ, ഞാൻ അതിലൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങളും പറയുന്നു, ഈ വിഷയത്തിൽ പുറത്താക്കപ്പെട്ടു എന്നതിന് തെളിവ് അബ്ദുള്ളയുടെ ബുക്ക് തന്നെ ഞങ്ങളെ കയ്യിലുണ്ട്. ശത്രുക്കളല്ല സ്നേഹിതന്മാർ. ഇൻഷാ അല്ലാഹ് ആവശ്യമായ സമയത്ത് ഞങ്ങൾ വായിക്കും. പറയുന്നത് ഈ രൂപത്തിൽ സുന്നത്ത് ജമാഅത്തിനോട് നിങ്ങൾ കളിച്ചാൽ നിങ്ങൾ പറഞ്ഞതിന് മുഴുവനും അക്കമിട്ട് മറുപടി പറയാനും നിങ്ങളുടെ ഏതൊക്കെ രംഗങ്ങളിൽ നിങ്ങളുണ്ടോ അതൊക്കെ തുറന്നു കാട്ടാനും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സജ്ജരാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇനിയോ മൗദൂദിയൊക്കെ വിട്ട് ജമാഅത്തിന്റെ ആശയങ്ങളൊക്കെ പഴഞ്ചനാണെന്ന് ബോധ്യപ്പെട്ട നമ്മളെ അമീറുണ്ടല്ലോ, ആര്? നമ്മളെ ജമാഅത്തിന്റെ അമീർ ആരിഫ് അലി. അയാൾക്കിപ്പൊ തോന്നി സംഗതി എന്തായാലും ചില വിഷയങ്ങളിലൊക്കെ സുന്നികളോട് ഇത്തിബാഗ് ചെയ്യാതെ പറ്റൂല, സുന്നികളോട് പിൻപറ്റാതെ. ഇപ്പൊ അയാൾ മദ്രസ ഉദ്ഘാടനമൊക്കെ നിർവഹിക്കാൻ വേണ്ടി ആരിഫ് അലി വരികയാണ്. എന്തിനാപ്പ ആരിഫ് അലിന്റെ ഉദ്ഘാടനം ചെയ്യണമെന്ന് മദ്രസ ആരെങ്കിലും ഒരാൾ തുറന്നു കൊടുത്താൽ പോരെ? കൈക്ക് ബർക്കത്തുണ്ടോ ആരിഫ് അലിന്റെ കൈക്ക്? അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ അതുണ്ട് എന്ന് പറയണം. എന്തിനാണിപ്പത്? അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ, മദ്രസ ഉദ്ഘാടനം ചെയ്യാൻ ആരിഫ് അലിയും ഷെയ്ഖ് മുഹമ്മദൊക്കെ വരികയാണല്ലോ. എന്നിട്ട് വന്നിട്ട് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അപ്പോ നമ്മളത് കടെടുത്തിട്ട് തക്ബീറൊക്കെ ചൊല്ലി ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാ. അത് കഴിഞ്ഞിട്ട് കൂട്ടുപ്രാർത്ഥനയും നല്ല മട്ടുണ്ട്. അപ്പോ ജമാഅത്തെ ഇസ്ലാമി പിന്തുടരുന്ന ആദർശങ്ങളിൽ എന്തൊക്കെയോ കുറവുണ്ടെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സാധുക്കളെ കുറിച്ചല്ല. അള്ളാഹു അവർക്കൊക്കെ സത്യം മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ. മറിച്ച് അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നിങ്ങൾ നോക്കിക്കോ, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായ ആരിഫ് അലി, അദ്ദേഹം ഒരു മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു, തക്ബീർ ചൊല്ലുന്നു, ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നു, ആളുകൾ ആമീൻ പറയുന്നു. പക്ഷേ അയാൾക്ക് തോന്നി വല്ലാതെ ദ്വാരന്നപ്പോ ഒരുപാട് സമയം ദ്വാരക്കേണ്ടി വരും. അപ്പൊ അയാൾ ആദ്യം തന്നെ റബ്ബനാ തഖബ്ബൽ മിന്നാന്ന് ദ്വാര തുടങ്ങി തന്നെ അവിടുന്ന് നവേ നിർത്തിപ്പോവാനോ, അങ്ങനെ ഒരു പ്രശ്നം അതല്ലാതെ നമ്മളതിൽ കണ്ടില്ല. അപ്പൊ ഏകദേശം ഇവരുടെ പ്രസ്ഥാനം വലിച്ചെറിയപ്പെടേണ്ടതാണെന്ന് അവർക്കും തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഭാഗം നിങ്ങളൊന്ന് കാണുന്നത് നന്നായിരിക്കും. ഒന്ന് വെച്ചോളൂ.
ദ്വാരക്ക് വേണ്ട تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. അപ്പോ ഏകദേശം നമ്മൾ പ്രവർത്തിച്ചാൽ മാറും എന്നൊരു നല്ല പ്രതീക്ഷ നമുക്കുണ്ട്. ദ്വാരക്കാനും അമ്മയും പറയാനൊക്കെ തുടങ്ങിയല്ലോ. പണ്ടിതൊക്കെ ബിദ്അത്തും അതുപോലെ തന്നെ ശിർക്കാകുന്ന പണിയൊക്കെ ആയിരുന്നു. ഏതായാലും പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. മഹാനായ നമ്മുടെ നേതാവ് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശഅറെ മുബാറക്ക്, അതാണല്ലോ നമ്മുടെ വിഷയം. ശഅർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സഹോദരന്മാരെ? മുടി എന്നാണ്. നമ്മളെ അബ്ദുള്ള മൗലവി ഈ ശഅറെ മുബാറക്കിന്റെ പ്രശ്നം വന്നപ്പോ എഴുതിയ ലേഖനം ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കും. അതിനു മുമ്പ് കേരളത്തിലെ മുജാഹിദുകളും ഇത് വിമർശിച്ചിരുന്നു ശഅറെ മുബാറക്കിനെ. അപ്പൊ നമ്മളൊരു പഠനം നടത്തി എന്തുകൊണ്ടാണ് മുജാഹിദുകൾ ഇത് വിമർശിക്കാനുള്ള കാരണം. അപ്പൊ മനസ്സിലായത് എന്താണെന്നറിയോ? ഒന്നുമില്ല. മുജാഹിദുകൾ മുഹമ്മദ് നബി തങ്ങളെ കാണുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെ തന്നെയാണ് ഇത്രയും മുഹമ്മദ് നബിയും. വേറൊരു വ്യത്യാസമൊന്നും കാര്യമായിട്ടില്ല എന്നാണ്. നമ്മളും മുഹമ്മദ് നബിയും ആകെ ഒരു വ്യത്യാസമുള്ളൂ എന്നാണ് നമ്മളെ കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി പറയുന്നത്. ഒന്ന് കേട്ടോളൂ. അയാൾ പറയാണ്, നമ്മളും മുഹമ്മദ് നബിയും തമ്മിലുള്ള ആകെ വ്യത്യാസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയുണ്ട്, നമുക്ക് വഹിയില്ല. ഇതാണ് വ്യത്യാസം എന്ന് അയാൾ പറയുന്നു. ഒന്ന് കേട്ടോ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലചായ്ച്ച് കിടക്കുന്നു. വഹി വരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി കാണുന്നു, ആയിഷ ബീവി കാണുന്നില്ല. മദീനത്തെ പള്ളിയിൽ നബിക്ക് വഹി ലഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കാണുന്നു, വഹി മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. അടുത്തൊക്കെ സഹാബത്തിന്റെ ആരും അത് കാണുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെപ്പോലെ തന്നെ, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അതെന്താ? വഹി ലഭിക്കുന്നു, വഹിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു. അതാണ് മുഹമ്മദ് നബിയും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഒരു വ്യത്യാസമെങ്കിലും ഉണ്ടായത് വലിയ കിട്ടലായി. എന്താ ഇപ്പൊ അയാൾ പറഞ്ഞത്? നമ്മളും മുഹമ്മദ് നബിയും തമ്മിൽ ആകെ ഒരു വ്യത്യാസം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുമില്ല മൂപ്പർക്ക്. എന്താണത്? മുഹമ്മദ് നബിക്ക് വഹിയുണ്ട്, നമുക്ക് വഹിയില്ല. നല്ല സുഖായി. ഇത് ശരിയാണോ? പ്രമാണങ്ങൾ അംഗീകരിക്കുന്നതാണോ? നബിതങ്ങളുടെ കണ്ണ് നമ്മുടെ കണ്ണ് പോലെയാണോ? അവിടുന്ന് മുന്നിൽ ഇമാമ് നിൽക്കുമ്പോ നിങ്ങൾ പിന്നിലാണെങ്കിലും നിങ്ങളെ റുകൂഉം സുജൂദും മാത്രമല്ല, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലെ തഖ്വ വരെ, ഭയഭക്തി വരെ ഞാൻ അറിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മുന്നിലുള്ളത് കാണുന്നത് പോലെ പിന്നിലുള്ളതും കാണുന്ന കണ്ണല്ലേ അവിടുത്തെ കണ്ണ്. അവിടുത്തെ കയ്യിൽ ഭക്ഷണം പിടിച്ചാൽ ആ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നു. അവിടുത്തെ കൈ സാധാരണ കൈയല്ല. അവിടുത്തെ ശഅറെ മുബാറക്ക്, അവിടുത്തെ തിരുമുടി സാധാരണ മുടിയല്ലല്ലോ. അത് മുക്കിയിട്ട് വെള്ളം കുടിച്ചാൽ ആ വെള്ളം കുടിച്ചവന് രോഗം ശിഫയാകുന്നു. നമ്മുടെ മുടിയിട്ടാൽ ശിഫയാകണമെന്നില്ലല്ലോ. പക്ഷേ ഇവർക്കതാണ് പറ്റിയത്. പിന്നെ മൗലവിമാര് നബിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഈ നിലപാടാണ് സ്വീകരിച്ചത്. കണ്ടോ നിങ്ങള്, ഞാൻ കാണിച്ചു തരാം. ഇയാള് തന്നെ കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി മുജാഹിദിന്റെ വലിയ നേതാവാണ്. അയാൾ തന്നെ നബിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നതെന്ന് ശ്രദ്ധിച്ചോ. നബിയുടെ കുടുംബമായ ഖുറൈശി കുടുംബം, അതിനൊരു പ്രത്യേകതയും ഇല്ലെന്ന് പറയുന്ന മൗലവിയെ ഒന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഖുറൈശി തറവാട്ടിൽ ജനിച്ചിട്ട് ആ ഖുറൈശി തറവാട്ടിന് ഒരു പ്രാധാന്യമില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായി ഇപ്പോഴും പറയുന്നു ഓലിന തറവാട്ടുകാരാണ്. മുജാഹിദും പറയുന്നു ഓലിന തറവാട്ടുകാരാണ്. പിന്നെ ജന്തു മുജാഹിദ? സുബ്ഹാന ജല്ല ജലാലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കാൻ തന്നെ അല്ലാഹ് തെരഞ്ഞെടുത്ത കുടുംബമല്ലേ ഖുറൈശി ഗോത്രം. ഇതിൽ തർക്കമുണ്ടോ സഹോദരന്മാരെ? ഇയാൾക്ക് അവിടെയും തർക്കം. പറഞ്ഞിട്ടെന്താണ് ഇവര് നബിയെ കണ്ടത്? ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ശഅറെ മുബാറക്കും അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ തിരുമുടിയും വെള്ളമൊന്നും ഇവർക്കൊന്നുമല്ല. എന്തുകൊണ്ടാണ് ആകാത്തത് എന്നറിയോ? മുഹമ്മദ് നബി തങ്ങളെ കുറിച്ച് പറഞ്ഞ വാചകം ഞാനൊന്ന് കേൾപ്പിച്ചു തരുന്നു. മിസ്റ്റർ അക്ബർ മൗലവി പറയട്ടെ. അയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. വെറുതെയാണോ ഇവർ റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്നത്? ഒന്ന് പറഞ്ഞോട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. മഹാനായ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാധാരണ അറബി പയ്യനാണ്. പിന്നപ്പം നിങ്ങൾ എങ്ങനെ ബഹുമാനിക്ക? ഒരു അറബി പയ്യന്റെ മുടിയെടുത്താൽ നിങ്ങൾ ബഹുമാനിക്കൂല എന്ന് ഞങ്ങൾക്ക് അറിയാലോ. ഇനിയിപ്പോ നിങ്ങൾ മനസ്സിലാക്കിയത് സാധാരണക്കാരനാണ് നബി എന്നല്ലേ? അബ്ദുള്ള മൗലവിയും എഴുതിയ ലേഖനത്തിൽ കാര്യമായി പറയുന്നത് കണ്ടോ നിങ്ങള്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണക്കാരനായിരുന്നു. കേട്ടോളൂ, ഇത് ഓ അബ്ദുള്ളയുടെ ലേഖനം തേജസ്സിൽ നിന്ന് ഞാൻ വായിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 20 എഴുതിയ ലേഖനത്തിൽ അയാൾ കാര്യമായി പറയുന്നത് എന്താ അറിയോ? പ്രവാചകനെ അതിമാനുഷ്യനാക്കി അദ്ദേഹത്തെ പരിഹാസ്യനാക്കാനല്ല പ്രവാചക സ്നേഹം. മുഹമ്മദ് നബി നിങ്ങളെപ്പോലെ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്നത് തിരുമേനിക്ക് അവതരണമായ വിശുദ്ധ ഖുർആനാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആനിന്റെ ഭാഷയും വ്യാഖ്യാനവും തെറ്റിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണക്കാരനാണെന്നാണ് ഓ അബ്ദുള്ള മൗലവി പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഓ അബ്ദുള്ള മൗലവി മാത്രം പറഞ്ഞതല്ല. പറഞ്ഞു ഇവരെവിടെ എത്തിയെന്നറിയോ? ഇപ്പോൾ സലാം സുല്ലമി പറയുന്നത് നബി തങ്ങൾ സാധാരണക്കാരായ ആളുകൾ അത്രയും വിവരം ലഭിക്കില്ല എന്ന് അപ്പ മൗലവിന്റെ വിവരം. സാധാരണക്കാരിലും മോശമാണല്ലോ നബിതങ്ങൾ. കേട്ടോ, സലാം സുല്ലമിയുടെ പുതിയ ഫത്വ കേട്ടോളൂ നിങ്ങൾ. ഇവർ ഓരോ ദിവസം ഓരോന്ന് ഇങ്ങനെ ഇറക്കുകയാണ്. പറയട്ടെ സുല്ലമി. നൂറുകണക്കിന് സംഭവം തിരിക്കാതെ നമുക്ക് വേണമെങ്കിൽ സാധാരണ കഴിവുള്ളതിന് സാധാരണക്കാരന്റെ കഴിവില്ല എന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാൻ സാധിക്കും. മുഹമ്മദ് ഒരിക്കൽ നിസ്കരിക്കുക, ചെരുപ്പിട്ടാണ് നിസ്കരിക്കുന്നത്. നിസ്കാരം കുറെ ആയപ്പോൾ നബി ചെരുപ്പ് വാരി എറിഞ്ഞ് സഹാബത്തും ഊരി എറിഞ്ഞ് നിസ്കാര ശേഷം എന്താണെന്ന് ചോദിച്ച് നബിസാസം പറഞ്ഞ് എനിക്ക് പറഞ്ഞോ വഹി ഇറക്കി ആ ചെരുപ്പിന് ചുവട്ടിൽ നജസ് ഉണ്ട് എന്നുള്ളത്. നജസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എറിഞ്ഞതാണ്. എന്തിനെങ്കിലും എറിഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ നബി എത്തിബാ ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ചെരുപ്പിന്റെ താഴെ നജസ് വരെ മുഹമ്മദ് നബിക്ക് അറിയാൻ സാധിച്ചോ? പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ സാധിച്ചെന്ന് വരും. എങ്ങനെയെങ്കിലും മാസിനെ അല്ലെങ്കിൽ എന്തൊക്കെ നോക്കിയിട്ട് നിങ്ങളെ ചെരുപ്പിന്റെ അടിയുള്ള നജസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരും. പക്ഷെ മുഹമ്മദ് നബിക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ? അപ്പൊ ഒരിക്കലും ഇതൊക്കെ ചൂഷണം ചെയ്യുക സുഹൃത്തുക്കളെ. അപ്പൊ മുഹമ്മദ് നബി തങ്ങളെ ഞമ്മളിക്കാളും മോശം എന്ന് അയാൾ പറയുന്നത്. സാധാരണ ആൾക്കുള്ള ഒരു വിവരം പോലും നബിതങ്ങൾക്കില്ല. ഇയാൾക്കൊക്കെ എന്തറിയാം? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് മസ്അല പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സംഭവത്തെ തെറ്റിദ്ധരിപ്പിച്ച് നബിതങ്ങൾക്ക് സാധാരണക്കാരന്റെ വിവരം പോലുമില്ലെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മുഴുവനും അസാധാരണ ശരീരമാണ്. അവിടുത്തെ ശരീരവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ഭാഗവും സാധാരണ രൂപത്തിലുള്ളതല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നി ലസ്തു കഹൈഅതികും ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളുടെ രൂപത്തിലെ അല്ല, ഞാൻ നിങ്ങളുടെ പ്രകൃതിയിലെ അല്ല. ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് സ്വഹാബികൾ അവിടുത്തെ മുടി സൂക്ഷിച്ചു വെച്ചത്. സ്വഹാബികൾ അവിടുത്തെ തിരുമുടിയെടുത്ത് സൂക്ഷിച്ചു വെച്ചത് എന്തിനാണ്? ആ മുടിയിൽ നിന്ന് ബറക്കത്തെടുക്കാനായിരുന്നു. അതാണല്ലോ ശൈറെ മുബാറക് എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷെ മുജാഹിദിന് ഇപ്പൊ തോന്നി മുടി എടുത്തു വെച്ചു എന്നത് ശരിയാണ്, പക്ഷെ എടുത്തു വെച്ചത് എന്തിനല്ല? മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട്, അത് എന്ന് ചോദിച്ചാൽ നമ്മളെ വാപ്പാന്റെ പേനൊക്കെ എടുത്തു വെക്കൂലേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒന്ന് എടുത്തു വെച്ചു എന്നതല്ലാതെ വേറെ രൂപത്തിൽ അയാൾ പറയുന്നുണ്ട്. വാപ്പന്റെ മുടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മുടി നമ്മൾ എടുത്തു വെക്കല്ലേ, നമ്മളങ്ങനെ എടുത്തു വെക്കല്ലേ, അത് വേറെ കാര്യം. അപ്പൊ അതുപോലെ എടുത്തു വെച്ചതാണ് എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. ഏതായാലും എടുത്തു വെച്ചു എന്നത് അയാൾ സമ്മതിക്കുന്നു. കേട്ടോളൂ, അയാൾ പറയട്ടെ. ബാലുശ്ശേരി പറയും, നിങ്ങളൊന്ന് പറയത് ശരിക്കും കേൾക്കട്ടെ. നിങ്ങൾ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കൂ. സ്നേഹമുള്ള മക്കള് അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാപ്പട്ട ജുബ്ബ, ഇനി ബാപ്പാന്റെ വല്ല മുടി എവിടെയും കൊഞ്ഞു, അതെന്തിനാ ആരാധിക്കാനാ? അതിന് പുണ്യം ഉണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിന് പുണ്യം ഉണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല, സ്നേഹമുള്ളവരൊക്കെ ചെയ്യണ. ബാപ്പാന്റെ ഒരു പേന, ബാപ്പ ഉപയോഗിച്ച ഡയറി, അല്ലെങ്കിൽ ബാപ്പ ഉപയോഗിച്ച മറ്റെന്തെങ്കിലും ഒരു ചെറിയ പെൻസില്, ഈ വക കാര്യങ്ങളൊക്കെ സ്നേഹമുള്ളവര്. റസൂലുള്ളാഹിന്റെ മുടി സഹാബത്തിൽ ചിലർ അങ്ങനെ സൂക്ഷിച്ചു, സത്യമാണ്, അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ആരെ കൃത്യമായി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന്
കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ആ കൃത്യമായി പഠിക്കാലോ നമുക്ക്. എന്ത് വിഡ്ഢിത്തമാണ് ഇയാൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി സ്വഹാബത്ത് എടുത്തു വെച്ചിരുന്നു. അത് എന്തിനു വേണ്ടിയാണത്രേ? അതൊന്നുമില്ല, ഈ രൂപത്തിൽ ഇങ്ങനെ അത് വെറുതെ വാപ്പന്റെ ഒരു പേന, വാപ്പന്റെ ഒരു ഡയറി ഒക്കെ എടുത്തു വെക്കുന്നത് പോലെ അതാണോ സ്വഹാബത്ത് എടുത്തു വെച്ചത്? ബുഖാരിയിൽ തന്നെ കണ്ടുകൂടെ? ഉമ്മു സലമാ ബീവി സൂക്ഷിച്ചു വെച്ചത് എന്തിനാണ്? ഞാനത് വിശദമായി പറയുന്നു ഇൻഷാ അല്ലാഹ്, ഇവിടെ പറയിപ്പിക്കുകയും ചെയ്യും. ആ ഹദീസ് നിങ്ങൾ നോക്കി. അതുപോലെ തന്നെ ഒരുപാട് സ്വഹാബി വനിതകൾ, ഉമ്മു സലമാ ബീവി റളിയല്ലാഹു അൻഹാ എന്തിനായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ അവിടുത്തെ മുടി ഷഅറെ മുബാറക് എടുത്തു വെച്ചത്? അർസലനി അഹ്ലി إلى أم سلمة بقدح من ماء فجاءت بجلجل من فضة فيه شعر من شعر النبي صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുകേശം, അവിടുത്തെ ഒരു തിരുമുടി അതെടുത്തു വെച്ചു ഉമ്മു സലമാ ബീവി. എന്നിട്ട് കേട്ടോ, ഇമാം ബുഖാരി പറയുന്നു, എഴുതി വെച്ചോ, ചാടിക്കടക്കാൻ പറ്റില്ല ഇത്. വകാന ഇദാ അസാബൽ ഇൻസാന ഐനുൻ ഔ ശൈഉൻ ബഅസ ഇലൈഹാ മിഖ്ളബത്തുൻ ഫഖാല ഫത്തറ ഫിൽ ജുൽജുലി ഫറഅയ്തു ശഅറാത്തിൻ ഹംറാ. കണ്ടില്ലേ, ഉമ്മു സലമാ ബീബി റളിയല്ലാഹു അൻഹയുടെ ഈ അടുത്തുള്ള തിരുമുടിയിലെ സമീപത്തേക്ക്, തിരുകേശത്തിന്റെ സമീപത്തേക്ക് സ്വഹാബികൾ, അവർക്ക് കണ്ണേറ് ബാധിച്ചാൽ, അവർക്ക് പനി ബാധിച്ചാൽ, രോഗം വന്നാൽ അവർ ഓടിപ്പോകുന്നു. എന്നിട്ട് ആ വെള്ളം അവർ കുടിക്കുന്നു, അവർക്കതുകൊണ്ട് രോഗം മാറുന്നു. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു. അപ്പൊ സഹോദരന്മാരെ, ഇത് കാര്യം കൃത്യമാണ്, കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇവിടെ പറഞ്ഞു വരുന്ന എന്താണെന്നറിയോ? ഇവിടെ ചൂഷണം ചെയ്യുകയാണ്. ഈ മുടിയെ കൊണ്ട് ആളുകളെ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരുന്നു. അതിനു മുമ്പ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, ഇത് ഒരുപാട് കാലമായിട്ട് ഇത് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. നമ്മളൊരു വഅള് നടത്തിയിട്ട് ആ വഅളിന് കുറച്ച് പൈസ ജനങ്ങളിൽ നിന്ന് വാങ്ങിയാൽ അപ്പവല് പറയും, കണ്ടോ ജനങ്ങളെ ചൂഷണം ചെയ്യാണ്. അതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഒന്ന് കാണിച്ചു കൊടുക്ക്. ഫൈസൽ മൗലവി എന്ന മുജാഹിദ് നേതാവ് പറയുന്നത് സമൂഹത്തെ ചൂഷണം ചെയ്യാം. എന്നിട്ടോ പിരിക്കുമ്പോ 5-10 പോരാ പ്രത്യേകം പറഞ്ഞത്. 5-10 കൊടുത്താൽ പോരട്ടോ, ഇത് വലിയ സംഗതിയാണ്. ആണ്ട് അത്യാവശ്യം കീശികളൊക്കെ ഒന്ന് പോന്നോട്ടേനാ, കീശികളൊക്കെ ഒന്ന് പോന്നോട്ടെ. നാളെ ഞെട്ടുന്ന പച്ചയൊന്നും കുഴപ്പമില്ല, കീശികളെ മുഴുവൻ പോന്നോട്ടെ. മടിച്ചിക്കണ മനുഷ്യന്മാരെ വരെ വരണം. അപ്പോ നമ്മൾ അങ്ങനെയാണ് പിരിവ് നടത്തൽ എന്ന് അയാൾ പറയുന്നത്. എന്നാ കേട്ടോ, മുജാഹിദ് തന്നെ പിരിവെടുത്തുന്ന വേറൊരു അംഗം. ഇങ്ങനെ പിരിവെടുത്തൽ നമ്മളല്ല, മുജാഹിദ് തന്നെയാണ് എന്ന് അവരിൽ നിന്ന് തന്നെ നമുക്ക് തെളിയിക്കാനാവും. ബാലുശ്ശേരി നടത്തുന്ന ഒരു പിരിവ് കാണിച്ചു കൊടുക്കുകയുമായി ഇവിടെ പറയാൻ ഫസ്തമയ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഏകാഗ്രത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ബക്കറ്റ് നിങ്ങളൊരുത്തൂടെ കൊണ്ടുവരും. കിശ കയ്യുന്ന ആവശ്യമുള്ളൂ, ശ്രദ്ധ ഇവിടെ മതി. കിശ കൈയിട്ട് 1000 റുപ്യ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നോക്കി 10 ആക്കണ്ട. 1000ന്റെ നോട്ടായിക്കോട്ടെ, 500ന്റെ നോട്ടായിക്കോട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ മോനെ മാങ്ങ എന്താ വില? 80 റുപ്യ. 2 കിലോ പോരട്ടെ, ഒരു പ്രശ്നമില്ല. മോനെ പള്ളിക്ക് ഫണ്ട് 10 റുപ്യ മുറിച്ച് 5 ഉണ്ടോ? 2-5. അപ്പോ അത് പള്ളിക്ക് ഫണ്ടും അതുപോലെ പിരിക്കലൊക്കെ നിങ്ങളും നടത്തലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കേൾപ്പിച്ചത്. ഞങ്ങൾ അതിന്റെ പേരിൽ ആക്ഷേപിക്കണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? ഓ അബ്ദുള്ള സാഹിബ് ലേഖനം എഴുതിയപ്പോ അയാൾ കാര്യമായി പറയുന്നത്, പിന്നീട് ഇറക്കിയ നോട്ടീസിലും പറയുന്നത് 40 കോടിയുള്ള പള്ളി എന്തിനാണ് എന്നാണ്. ഞാൻ പറയട്ടെ, ഓ അബ്ദുള്ള മൗലവി, നിങ്ങൾ ശരിക്ക് പഠിക്കണം. നിങ്ങളുടെ പ്രസ്ഥാനം തന്നെ ചെയ്ത പണി എന്താണ്? ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തെ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരാളൊരു പള്ളി ഉണ്ടാക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് വല്ലാതെ വേദന വന്നുവല്ലേ? നിങ്ങളൊന്ന് പരിശോധിക്ക്. ഞാൻ ഒരുപക്ഷെ അബ്ദുള്ള മൗലവി തന്നെ ആയിരിക്കാം അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ ആ മാധ്യമം പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ച കാര്യം. അന്ന് കാലത്ത് മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിക്കുകയാണ്. ശരിക്കും ശ്രദ്ധിച്ചോ. മാധ്യമം 1998 നവംബർ 6. എന്താണ് ആ വാർത്തയിൽ ഉള്ളത് അറിയുമോ നിങ്ങൾക്ക്? അതിൽ കാണാം, മൗദൂദിയുടെ പേനക്ക് 24 ലക്ഷം രൂപ. എങ്ങനെ? നമ്മളെ അബ്ദുള്ള മൗലവി എഡിറ്ററായ കാലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കുമ്പോ
കോടിയെന്ന് കേട്ടപ്പോ പേടിച്ച ചങ്ങാതിമാര് നിങ്ങളുടെ മാധ്യമത്തിൽ വന്ന വാർത്തയാണ്, ഞാനത് വായിച്ചു തരാൻ കേട്ടോ. മൗദൂദിയുടെ പേനയ്ക്ക് 24 ലക്ഷം രൂപ. ഇസ്ലാമാബാദ് ഉപഭൂഖണ്ഡത്തിലെ പ്രശസ്ത ഇസ്ലാമിക ചിന്തകനും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനുമായിരുന്ന സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയുടെ പേന പാകിസ്ഥാൻ ബിസിനസ് ഫോറം മേധാവി പ്രൊഫസർ അമീൻ ജാവീദ് 24 ലക്ഷം രൂപക്ക് ലേലത്തിലെടുത്തു. തന്റെ വിഖ്യാത ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്ഹീമുൽ ഖുർആൻ എഴുതാൻ മൗദൂദി ഉപയോഗിച്ച പേന ജമാഅത്തെ ഇസ്ലാമി അഖില പാകിസ്ഥാൻ സമ്മേളനത്തോടനുബന്ധിച്ച് ആദ്യ ദിവസം ലേലം ചെയ്തപ്പോൾ തുക 13 ലക്ഷത്തിലെത്തിയിരുന്നു. രണ്ടാം ദിവസമാണ് സംഖ്യ 24 ലക്ഷമായി ഉയർന്നത്. അപ്പൊ മൗദൂദി ഉപയോഗിച്ച പേനയ്ക്ക് നിങ്ങൾ കൊടുത്ത ആ 24 ലക്ഷം അതുപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തുകൂടായിരുന്നോ? എന്ത് മറുപടി പറയാനുണ്ട്? അപ്പൊ നിങ്ങളുടെ നേതാവിനെ, ആ നേതാവിന്റെ ഒരു പേനക്കാണ് സഹോദരന്മാരെ 24 ലക്ഷം കൊടുത്തു. എന്നിട്ട് ഇത് എവിടെ ഉള്ളതെന്നറിയോ? ഈ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് ഞാൻ വായിച്ചത് ഏതിൽ നിന്നാണ്? ആ മാധ്യമം നമ്മളെ കയ്യിലുണ്ട്. ഞാനിപ്പോ ഇത് വായിക്കാൻ ഉപയോഗിച്ച പത്രം സുന്നി ജില്ലാ സമ്മേളന സുവനീർ. ഇത് കൃത്യമായി പറഞ്ഞാൽ ചെറുശ്ശേരി ഉസ്താദും അതുപോലെ കാളമ്പാടി ഉസ്താദും നയിക്കുന്ന സമസ്തയുടെ സുന്നി ജില്ലാ സമ്മേളനം നടന്നു. അതിന്റെ സോവനീറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് കേട്ടോളൂ. പ്രവാചക തിരുമേനിയുടെ വിശുദ്ധ മുടിയിട്ട വെള്ളം 3510 രൂപക്ക് ലേലം ചെയ്തതിനെ വരെ കളിയാക്കുകയും ആത്മീയ കച്ചവടം നടത്തി പുരോഹിതർ ഖുർആനും സുന്നത്തും പണയപ്പെടുത്തിയാണ് ആക്ഷേപിക്കുകയും ചെയ്തവരാണ് ജമാഅത്തുകാർ. എന്നാൽ ജമാഅത്ത് നേതാവ് മൗദൂദിയുടെ പേന 24 ലക്ഷം രൂപക്ക് ലേലം ചെയ്തു. കേട്ടോളോ, എന്നിട്ട് പറയാണ്, ഈ സോവനീറാണ് പറയുന്നത്, പ്രവാചക തിരുമേനിയുടെ വിശുദ്ധമുടിക്ക് പുണ്യവും ആദരവും കൽപ്പിച്ച് അത് വളരെ പ്രാധാന്യത്തോടെ സൂക്ഷിച്ചവരായിരുന്നു സ്വഹാബികൾ. ഇന്നും അത് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രവാചകനോടുള്ള സ്നേഹത്താൽ സത്യവിശ്വാസികൾ ബറക്കത്തിന് വേണ്ടി ആ മുടിയിട്ട വെള്ളം വിലമതിക്കാനാവാത്തതാണെന്ന് കരുതിയാൽ അതിന് ആത്മീയ കച്ചവടമെന്ന് ആക്ഷേപിക്കുകയും സ്വന്തം നേതാവിനെ വിറ്റ് ലക്ഷങ്ങൾ തന്നെ സംഘടന കൊയ്തെടുക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ആത്മീയ കച്ചവടക്കാരെന്ന് ചോദിക്കുന്നത് സമ്മേളന സുവനീറാണ്. ഇത് മഹാന്മാരായ ഖാസിബിയും അമ്പലക്കടവും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ 40 കോടിയുടെ പള്ളി വിഷയത്തിൽ വരില്ലായിരുന്നു എന്ന് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്. ഇനിയോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. നമുക്ക് നോക്കാം എന്താണ് ഇത് സംബന്ധമായി നമുക്ക് പറയാനുള്ളത്.